ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. അപ്പോൾ ദേ ഇന്ന് അല്പം വെട്ടമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൈക്ക് എന്തോ ഒരു കഴിഞ്ഞ ദിവസം പുല്ല് പറിച്ചപ്പേ ഒന്ന് കമ്പ് കൊണ്ടതാണ്. അതല്പം നീരൊക്കെ വെച്ച് ഒരു ടീറ്റിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഈ മാതിരി വെട്ടമൊക്കെ തെളിയുന്നത്. ഇത്തിരി ചെടി നടാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അതേ മണ്ണ് കൊണ്ട് വെച്ചു. ഒത്തിരി മണ്ണൊന്നും ഈ മുറിവേലൊന്നും പറ്റിക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതെ നമ്മളിതാട്ടോ നമ്മുടെ വാട്ടറിൻ്റെ അതാണ് നമ്മുടെ പാത്രം. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം ഞാനെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കയ്യിൽ മണ്ണ് കത്തിക്കാനും പറ്റില്ല. പൊന്നൂസേ ഇതിങ്ങ് എടുത്തു തന്നേപ്പാ ഈ പാത്രം. നമ്മളെ റോസച്ചെടിയൊക്കെ ഇത്തിരി ക്ഷീണമൊക്കെ കഴിഞ്ഞ് മുട്ടൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ റോസയുടെ കമ്പൊക്കെ വെട്ടി വെച്ചത് വേണ്ട പൊടിക്കുകയും ചെയ്തു. വേരും വന്നു തുടങ്ങി. അപ്പോൾ അത് പാത്രത്തിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ പൊന്നൂസ് പറഞ്ഞുണ്ടോ. പൊന്നൂസ് അവിടെ എന്നെ പൊന്നൂസ് അവിടെ മുത്തു അമ്മ കുറ്റി ഇട്ടിട്ടില്ലല്ലോ. ഇങ്ങ് വാ. പൊന്നൂസ് ഇറങ്ങി അപ്പടി വഴക്കാട്ടോ. പൊന്നൂസിനെ റോട്ടിൽ കൂടെ പോകണം, എല്ലാവരോടും മിഠായി വാങ്ങാൻ പറയണം, അങ്ങനെ എല്ലാം വഴക്കാം. അപ്പം എനിക്കൊരു ചിരട്ട കിട്ടിയിട്ടുണ്ട്. ആ ചിരട്ടയ്ക്ക് മണ്ണ് ഈ മുറിവിൽ മണ്ണ് പറ്റിയ ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്യില്ലേ. ഓൾറെഡി തീറ്റി എടുത്തിട്ട് വന്നേക്കണേ ഞാൻ ഇതൊന്ന് നിറയ്ക്കട്ടെ കേട്ടോ. നിറച്ചിട്ട് കാട്ടിത്തരാവേ. അപ്പം ഞാൻ 2 ചട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ റോസക്കമ്പൊക്കെ ഞാനിവിടെ വെട്ടിയിട്ടാണ് ആ മഴ സമയത്ത് കണ്ടോ. അതൊക്കെ പൊടിച്ച് തേണ്ട വേര് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നട്ട് കഴിഞ്ഞിട്ട് കാട്ടിത്തരാം കേട്ടോ. ഇതും അതെ കേട്ടോ. വേര് വന്നപ്പോൾ പിന്നെ വെറുതെ നമ്മൾ കളയണം. നട്ടു. നമ്മുടെ മഴക്കാലം തുടങ്ങിയോടുകൂടി നമ്മുടെ ചെടിയുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരം കേട്ടോ. ഒത്തിരി ചെടിയൊന്നും ഇല്ലെങ്കിലും റോസയൊക്കെ ഉള്ളത് നന്നായിട്ട് നിന്നായിരുന്നു, നല്ല കരുത്തോടുകൂടി വന്നായിരുന്നു. പക്ഷേ ഇതേ ഇപ്പോൾ കാട്ടിത്തരാൻ ഞാൻ ഉണ്ട്. കാടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നട്ടത് ഇതാ നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിലില്ലേ, അത് 2 ഉണ്ട്. അപ്പോൾ ഞാനത് ചുമ്മാ ഇവിടെ റോസിൻ്റെ ഇങ്ങനെയുള്ള കണ്ടോ ഇവിടെ നിന്നൊക്കെ വെട്ടിയിട്ടതാണ്. അതൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ കിടന്ന് ഇങ്ങനെ മുളച്ച് വന്നു. ഞാൻ ചുമ്മാ ഇതിൻ്റെ ചോട്ടിക്കൂടെ ഇങ്ങനെ വെട്ടിയിട്ടപ്പോൾ അത് വേര് പിടിച്ച് കയറി വന്നു. അപ്പോൾ ഞാൻ നട്ടാ കണ്ടോ. ഓരോ റോസപ്പൂവൊക്കെ അല്പം വെയിലുള്ളതുകൊണ്ട് ഉണ്ടായുണ്ട് കേട്ടോ. ഞാൻ ഈ മുട്ടത്തോടൊക്കെ പൊടിക്കാൻ നേരമില്ലാത്തപ്പോൾ ഇതിലിങ്ങനെ തന്നെ കൊണ്ടുപോയി ഇടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിയുടെ തോലൊക്കെ ഉണ്ടോ. ഉള്ളിയുടെ തോലിൻ്റെ കൂടെ ചെറിയ ഉള്ളിയൊക്കെ ഉള്ളത് മുളച്ച് വന്നാൽ ഉണ്ടോ. നമുക്ക് ഉള്ളിത്തോരനൊക്കെ വെക്കാൻ ഇതിൻ്റെ ഈ ഉള്ളിയുടെ തീരെ ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കറിക്കൊന്നും എടുക്കാൻ പറ്റാത്ത തീരെ ചെറുതായിട്ടുള്ള ഉള്ളിയൊക്കെ കൊണ്ട് ഇങ്ങനെ മണ്ണിളക്കിയൊക്കെ നട്ട് വയ്ക്കും. പൊന്നോ ഇവിടെ വാ. നട്ട് വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നന്നായിട്ടത് ഇതുമാതിരി ഇതുണ്ടായി വരുമ്പോൾ ഒത്തിരി ഉള്ളപ്പോൾ നമുക്കൊരു തോരനൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഈ നീളമാകുമ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്താൽ 15 ദിവസം കൂടുമ്പോൾ നമുക്ക് വെട്ടാൻ കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഈ ഉള്ളിയുടെ ഇച്ചിരി സവോള ഇട്ട് ഇത്തിരി തേങ്ങയും കൂടെ ചെണ്ടിട്ട് അല്പം മുളകും ഇട്ടുണ്ടാക്കിയാൽ നല്ലതാട്ടോ അങ്ങനത്തെ തോരൻ. ഞാൻ അതിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിത് സമയമില്ലാത്തപ്പോൾ അടിച്ചൊഴിക്കാൻ നേരമില്ലാത്തപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഉള്ളിത്തൊലിയൊന്നും അടിച്ചൊഴിക്കണ്ടല്ലോ. ഞാൻ ചുമ്മാ കൊണ്ടുപോയി അങ്ങ് ഇടുകയുള്ളൂ. അന്നേരം ഇത് മുളച്ച് വന്നതാട്ടോ ഈ കാണണേ ഉണ്ടോ. അപ്പോൾ ദേ ഞാൻ 2 ചട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ പൊട്ടി പോണവർ ഇതിൻ്റെ അടി അങ്ങ് വെട്ടിക്കളഞ്ഞിട്ടേ പകുതിയാക്കി എടുത്തിട്ട് ഈ ചെടിയോ അതുപോലെ തന്നെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നല്ല ഇതുണ്ടല്ലോ ഇടമുണ്ടല്ലോ നന്നായിട്ട് ഡ്രോ ബാഗിനേക്കാളൊക്കെ നല്ല ഇടമുണ്ടല്ലോ. വെള്ളമാണെങ്കിൽ അത് കെട്ടി നിൽക്കില്ല, താഴത്തെ ഹോളിൽ കൂടെ അങ്ങ് പോവുകയും ചെയ്തോളൂ. ഞാനിപ്പോൾ കുറേ പാത്രത്തിൽ അങ്ങനത്തെ നട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തർ പറയുമ്പോഴല്ലേ നമുക്ക് ഓരോന്ന് ചിന്ത പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയാം കേട്ടോ. ഉണ്ടോ നമ്മുടെ റോസ മുട്ടുണ്ടായി വന്നിട്ട്. ഇത് നമ്മുടെ വേറൊരു റോസ കണ്ടോ, യെല്ലോ.
ഇത് മൊട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്പം വെയിൽ കാണുമ്പോൾ നന്നായിട്ട് നല്ല വെയിൽ വേണ്ട ചെടിയല്ലേ റോസ എന്ന് പറയുന്നത്. അപ്പം അല്പം വെയിലൊക്കെ കൊണ്ടു തുടങ്ങിയപ്പോൾ ഇതായത് മഴയത്ത് ഫുള്ള് ഒന്നും ഇല്ലാണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടത് ഇതൊക്കെ എല്ലാം ബഡ് റോസ കേട്ടോ. കൊണ്ടുവന്നിട്ട് അല്പം ഇനി വളമൊക്കെ ഇട്ട് കൊടുത്താലാണ് ഇതൊക്കെ കയറിപ്പോയുള്ളൂ. ഇങ്ങനെ ഞാൻ ഒത്തിരി വലുതാവാൻ നിൽക്കില്ല കേട്ടോ. ഒരു പൂവുണ്ടായാൽ അത് അവിടെ വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടെ തൊട്ട് ഫുള്ള് അത് വീണ്ടും പൊടിച്ച് വരും. അങ്ങനെയാവണം. അപ്പോൾ ഞാനിങ്ങനെ വെട്ടിയിടണം, നിലത്ത് കിടക്കണം, ഈ മഴയത്ത് അങ്ങ് പൊടിച്ച് തന്നെ കേട്ടോ. അപ്പോൾ അതെടുത്താണ് ഇപ്പോൾ ഞാൻ നട്ടത്. കണ്ടോ ഈ ചെടിയൊക്കെ മൊത്തം പോയി കണ്ടോ. ഇത് നോക്കി ഇതിൻ്റെ കൊലയായിട്ടാട്ടോ. ഇത് ആദ്യം ഇങ്ങനെ പൂവായിട്ടുണ്ടാവും. അത് നോക്കിക്ക്, അത് ഏറ്റവും ലാസ്റ്റ് അടുത്ത ചെടിയായിട്ടുണ്ടാവണം. കണ്ടോ ഇത് ഇനി പറിച്ച് നട്ടാൽ മതി, അടുത്തും ഉണ്ടായിക്കോളും. കണ്ടോ ഇതൊക്കെ ഫുള്ള് അങ്ങനെ അതെ അതിൻ്റെ കൊലയായിട്ട് കിടക്കണയാണ്. അത് ഈ വയലറ്റ് പൂവുണ്ടാവും ആദ്യം, അത് കഴിഞ്ഞ് അത് പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ കണ്ടോ ഇനി ഇത് ഓരോന്ന് പറിച്ച് നട്ടാൽ ഇതുണ്ടാവും. നല്ല രസമല്ലേ. നമ്മുടെ ചൈനീസ് ബോൾസും ഒക്കെ ഏകദേശം മൊത്തം പോയിട്ടോ. നല്ല അടുത്തത് വീണ്ടും മുട്ടൊക്കെ ഉണ്ടായി വന്നിട്ട് ഉണ്ടോ. വാ പതിയെ ഇറങ്ങി വാടാ ഈശോ. ഉണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം കയറി വന്നിട്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ അങ്ങനത്തെ വലിയ ഇതിൽ വെച്ചാലുണ്ടല്ലോ നന്നായിട്ടുണ്ടായി വരും കേട്ടോ. നല്ല ഇടം ഉണ്ടല്ലോ അതിന് നിൽക്കാൻ മാത്രം കേട്ടോ. പുന്നൂസൊരു ഹായ് പറഞ്ഞു. പുന്നൂസിനോട് ഹായ് പറയാൻ എല്ലാവരും പറയണ്ട്. പറ സുഖമാണോന്ന് ചോദിച്ചാൽ ഒരു ടാറ്റ ബൈ ബൈ സീ കൊടുത്ത്. അപ്പം ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പം നിർത്തുവാണ്. ടാറ്റാ. അപ്പം എനിക്കൊരു പണി കിട്ടിയതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലേ, കയ്യ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഇത് ഓക്കെ ആയിട്ടോ. ഞാൻ ഇത് പിറ്റേ ദിവസം കാണിക്കണേ. ഞാൻ പോയി TT ഒക്കെ എടുത്ത് ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക്കും കഴിച്ചു. അപ്പോൾ അതേ നീരും മാറി വേദനയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു, ഈ നീര് ഉള്ളപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതായിട്ടൊക്കെ പറയണു, സീരിയസ് ആയിട്ടൊക്കെ പറയണു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് മോർണിംഗിലാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം വീണ്ടും അങ്ങനെ പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇത് കുറഞ്ഞിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ട് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാമല്ലോ ഒന്ന് ഓർത്തണം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സിമ്പതിയൊക്കെ ആയിട്ട് മെസ്സേജൊക്കെ വരണം. അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് പിന്നെ വീണ്ടും ഭേദമായിട്ട് കാട്ടിത്തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പച്ചക്കറിത്തോട്ടത്തിൽ പുല്ലൊക്കെ പറിച്ചു. അപ്പോൾ മുള്ള് അങ്ങനെ എന്തോ അങ്ങനെ കൊണ്ടതായിരുന്നു. അത് കൊണ്ടപ്പോൾ ഞാൻ ഓർത്തായിരുന്നു. പിന്നെ ഞാനതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തില്ല. ജസ്റ്റ് ഒന്ന് മുറിഞ്ഞുള്ളൂ. 2 ഡോട്ടായിട്ട് 2 പാടും ഉണ്ടായിരുന്നു, പോറിപ്പോയി എൻ്റെ. അപ്പം ഞാൻ പിന്നെ അതങ്ങ് ശ്രദ്ധിച്ചില്ല. അന്നേരം ഇത്തിരി വേദന എടുത്തു. അയ്യോ ഞാൻ അന്നേരം ഓർത്തു. പിന്നെ അത് ശ്രദ്ധിച്ചില്ല. നമുക്കങ്ങനെ വേദനയൊന്നും എടുക്കണില്ലല്ലോ. പിന്നെ ഞാൻ അത് 3-4 ദിവസമായിട്ടോ. അപ്പം ഞാൻ ഈ സൺഡേ വീണ്ടും നമ്മുടെ വീട് തുടച്ചു, ക്ലീൻ ചെയ്തു, ഫുള്ളങ്ങ് ക്ലീൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ, ആ മണ്ണും ചെളിയൊക്കെയുള്ള വെള്ളം ഈ മുറിവിൽ കൊണ്ടു. അപ്പോൾ അതാണ് വീണ്ടും അന്നേരം ഇത് പോയ്സണായി. അപ്പോൾ അതാണ് വീണ്ടും ഇത്ര ദിവസം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നാണ് വീണ്ടും പഴുക്കാനായിട്ട് തുടങ്ങിയത്. പഴുപ്പും തുടങ്ങി, നീരും വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മളത്ര സില്ലി കാര്യങ്ങളാണെങ്കിൽ ഗൗരവത്തിൽ എടുക്കില്ല. അത് പലരുടെയും കാര്യങ്ങളാണ്, എൻ്റെ മാത്രമല്ല. അപ്പം നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട ഓരോ കാര്യത്തിന് അതാതിൻ്റെ ഗൗരവം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് ഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടായ ഈ കന്നുകാലികൾ അങ്ങനെയൊക്കെ വളർത്തണവരാണെങ്കിൽ തന്നെ ആ മുറിവുമായിട്ട് ഈ ചാണകമൊക്കെ മുറിവിൻ്റെ ഉള്ളിൽ കയറി ഭയങ്കരമായിട്ട് പോയ്സണാവും, പഴുക്കും, ഇതൊക്കെ ആവും, അകപ്പാട് വിഷയങ്ങൾ. അപ്പം നിങ്ങളുടെ ശ്രദ്ധയ്ക്കൊന്ന് പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞേട്ടോ. അപ്പം ഓരോ കാര്യത്തിനും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നതാണെങ്കിലും അതാതിൻ്റെ ഗൗരവം അങ്ങ് കൊടുക്കും. ഞാനതൊന്ന് ഇച്ചിരി ഡെറ്റോളോ അങ്ങനെ ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് കെട്ടിവെച്ച് 2 ദിവസം ഒന്ന് പതിയെ ഒന്ന് കെട്ടിവെച്ചായിരുന്നെങ്കിൽ മണ്ണും ചെളിയോ അങ്ങനെ അഴുക്കൊന്നും കയറാണ്ടിരിക്കുവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ടാറ്റാ.